കഴിഞ്ഞ 1.5 മാസമായി ഡൽഹിയിലെ കോക്രോച്ച് ജനതാ പാർട്ടി സമരം നടത്തുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ഡിമാൻഡ്. ചോദ്യപേപ്പർ ചോർച്ച മൂലം, ആ പരീക്ഷ റദ്ദാക്കിയത് മൂലം പല കുട്ടികളും അവരെ ജീവൻ വെടിഞ്ഞ സംഭവങ്ങൾ ഇന്ത്യയിലുണ്ടായി. ഇതിനെതിരായിട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി സമരമുഖം തുറന്നത്. ജന്തർ മന്ദിറിൽ അവർ സമരമുഖം തുറന്നു. വളരെയധികം ചെറുപ്പക്കാരവിടെ കൂടി. അവർ ഗവൺമെൻറ്റിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സോനം വാങ്ചുക്ക് നിരാഹാര സമരം തുടങ്ങി. അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം 25 ദിവസത്തോളം എത്തി. അദ്ദേഹത്തിന് ആരോഗ്യനില വളരെ വഷളായി. ഈ സമയത്ത് ഡൽഹി ഹൈക്കോടതി ഇടപെട്ടു. അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യം നശിച്ചതായിട്ടും ക്ഷയിച്ചതായിട്ടും കണ്ടെത്തി. ഗവൺമെൻറ് നടപടിയൊന്നും എടുത്തില്ല. അദ്ദേഹത്തിനെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിരാഹാരം തുടരുകയാണ്. ഈ സന്ദർഭത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസ് കുറച്ച് ദിവസം കൊണ്ട് ഇത് വാച്ച് ചെയ്യുകയായിരുന്നു. ഇന്നലെ പെട്ടെന്ന് കോൺഗ്രസ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിയും സംഘവും ഇന്നലെ ജന്തർ മന്ദിറിലെത്തി. അവർ പെട്ടെന്ന് പ്രധാനമന്ത്രി വസതിയുടെ മുമ്പിൽ സത്യാഗ്രഹം ആരംഭിച്ചു. ഖാർഗെ അവിടെ എത്തി. അങ്ങോട്ട് ആൾക്കൂട്ടം ഒഴുകി. ഈ ഒരു നീക്കം ഗവൺമെൻറ്റിനെ വിരളി പിടിപ്പിച്ചെന്നും ആ സമയത്ത് ആ രാജ്യ തലസ്ഥാനത്ത് രംഗം കലുഷിതമായി. പോലീസ് 20ഓളം CRP പ്ലറ്റൂണ് അവിടെ നിരത്തി. അതുപോലെ തന്നെ അവിടെ അഡീഷണലായിട്ട് ബംഗാളിലെ അടുത്ത 20ഓളം CRP പ്ലറ്റൂന് അവിടെ നിന്ന് നീങ്ങാൻ പറഞ്ഞു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന പോലെ അവിടെ അല്പം കലാപത്തിൻ്റെ നിറം വന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഖാർഗെയും സത്യാഗ്രഹം ഇരുന്നത്. പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് MP-മാരും MLA-മാരും അങ്ങോട്ടൊഴുകി. അവിടെ ഒരു കലാപ രംഗമായി. അടിച്ചൊതുക്കാനായിട്ട് BJP ഗവൺമെൻറ് തീരുമാനമെടുത്തു. ഡൽഹി പോലീസിനെ വിന്യസിച്ചു. യൂണിഫോം ഇല്ലാത്ത ഡൽഹി പോലീസുകാർ ലാത്തിയുമായിട്ടൊക്കെ അവിടെ വന്നു. BJPയുടെ ചില ഗുണ്ടകളും അവിടെ വന്നതായിട്ടാണ് പറയുന്നത്. ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അധികാരം കൈവിട്ടു പോകാൻ സാധ്യതയുള്ളതാണ്. കാരണം ജെൻസിയുടെ വരവ് ആണ് പ്രധാനമായും ജന്തർ മന്ദിറിലുണ്ടായത്. അതിന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ആ രംഗം വളരെ വഷളായി. ആ സത്യാഗ്രഹ സ്ഥലത്ത് കേരള മുഖ്യമന്ത്രി എത്തി. VD സതീശനെ കണ്ടു. അതുപോലെ കർണാടക മുഖ്യമന്ത്രി ശിവകുമാറും അവിടെ എത്തി. ആ സംഭവ സ്ഥലത്ത് ചെറിയ ഉന്തും തള്ളും ഉണ്ടായി. രാജ്യസഭയിലും ലോകസഭയിലും അവിടുത്തെ ചെയർമാന്മാർ ചർച്ചയ്ക്ക് പ്രതിപക്ഷത്തിൻ്റെ പുറകെ നടന്നു. അവരാരും വഴങ്ങിയില്ല. ജന്തർ മന്ദിറിലെ ഇന്നലെ രാത്രി വരെ അതിശക്തമായ പ്രതിഷേധം. ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറല്ല. ഈ രാജിക്ക് ശേഷം ചർച്ചയാകാം, പാർലമെൻറ്റിലാകാം, രാജ്യസഭയിലാകാം. ആ നിബന്ധന അംഗീകരിക്കാനായിട്ട് പ്രധാനമന്ത്രി മോഡിജിയും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും തയ്യാറായില്ല. അതുകൊണ്ട് രംഗം വഷളായി. പോലീസിനെ ഉപയോഗിച്ച് അവരെ ഒതുക്കാം എന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം പാളി. വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങിയില്ല. പോലീസ് അവിടെ വന്നുകൂടിയ കോൺഗ്രസ്സുകാരെയും അതോടൊപ്പം CJPയുടെ നേതാക്കന്മാരെയും അവരെയൊക്കെ ലാത്തിച്ചാർജ് ചെയ്തു.
അവരെ അടിച്ചോടിക്കാനായിട്ട് ശ്രമിച്ചു, അത് വിലപ്പോയില്ല. ധാരാളം ആൾക്കാർക്ക് പരിക്കേറ്റു, വളരെ കാലും കൈയും ഒടിഞ്ഞു. അങ്ങനെയുള്ള രാജ്യ തലസ്ഥാനത്തെ കലാപം അധികാരം കൈവിടുന്ന കാര്യത്തിലേക്ക് നീങ്ങും എന്ന് ഭയപ്പെട്ടു ജനത ഭയപ്പെട്ടു. മോഡിജിയും സംഘവും അവിടെ കോൺഗ്രസിൻ്റെ മുഴുവൻ എം പിമാരും എം എൽ എമാരും നിരന്നു. അവർക്ക് പലർക്കും പരിക്കേറ്റു, കാര്യങ്ങൾ കൈവിടുന്നു പോകുന്ന തോന്നി. രാജ്യ തലസ്ഥാനത്ത് അതിരൂക്ഷമായ രാഷ്ട്രീയ പ്രക്ഷോഭം ഉണ്ടായി. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ ഭരണം നടത്തുന്ന BJPക്ക് അവർക്ക് ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത ഒരു സംഘർഷം അവരുടെ മനസ്സിലുണ്ടായി. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നി. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും KC വേണുഗോപാലിനെയും അങ്ങനെയുള്ള കുറേ എം പിമാരെയും അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചു. അവർ പ്രതിരോധിച്ചു. പലർക്കും പരിക്കേറ്റു. രാഹുൽ ഗാന്ധിയുടെ മൂക്കിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഡൽഹിയിലെ നിന്ന് വളരെ ദൂരെയുള്ള പല പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് മാറ്റി. പല നേതാക്കന്മാരെയും പല സ്ഥലത്തേക്ക് മാറ്റി. രാജ്യതലസ്ഥാനം സംഘർഷപരമായി. എന്തായാലും ഈ BJPക്ക് ആദ്യമായിട്ട് അതിശക്തമായ ഒരു പ്രതിഷേധം രാജ്യതലസ്ഥാനത്ത് ഉണ്ടായി. അത് ഭരണകൂടത്തെ പിടിച്ചു കൊലുക്കി. അതിനൊരു സമാധാന സന്ധി ഉണ്ടാക്കാനുള്ള ശ്രമം അണിയറയിൽ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് സംശയാസ്പദമാണ്. അതുകൊണ്ട് ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ പ്രക്ഷുബ്ധമാണ്. അത് BJPയുടെ അടിത്തറ ഇളക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്.